ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സേഫ് ഗാർഡിങ് കൺട്രോളിൻ്റെ അണ്ടറിൽ വരുന്ന സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിനെ കുറിച്ചാണല്ലേ. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്യൂട്ടീസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക. 4 ലെവൽസ് പറഞ്ഞല്ലേ. അതായത് ഒരാൾ ഓതറൈസേഷൻ നൽകാനുണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് വേറെ ആളായിരിക്കണം, അതുപോലെ തന്നെ കസ്റ്റഡി എന്താണോ ആ ഒരു ട്രാൻസാക്ഷനിലൂടെ നമ്മൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ അസറ്റ്, അതിപ്പോൾ ക്യാഷ് ആകാം, ഇൻവെൻട്രി ആകാം, എന്തും ആകാം. ഓക്കെ, അപ്പോൾ ആ അസറ്റിൻ്റെ കസ്റ്റഡി ആർക്കായിരിക്കണം, അതുപോലെ തന്നെ അത് റെക്കൺസിൽ ചെയ്യേണ്ടത് ആരായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള 4 ലെവൽസ് നമ്മൾ പഠിച്ചു. നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ ഇൻവെൻട്രി പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേയബിളിൻ്റെ ട്രാൻസാക്ഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ദെൻ ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞു അല്ലേ. ഈ ക്രെഡിറ്റ് സെയിൽസിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നത്, ഇവിടെ 3 പേര് ഓതറൈസേഷൻ നൽകണം. എന്തൊക്കെയായിരുന്നു? സെയിൽസ് നടത്തിക്കോ എന്ന് ഓതറൈസേഷൻ നൽകേണ്ടത് ആരായിരുന്നു? സെയിൽസ് മാനേജർ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമറിൻ്റെ ക്രെഡിറ്റ് ടേംസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഓതറൈസേഷൻ നൽകേണ്ടത് ആരായിരുന്നു? ക്രെഡിറ്റ് മാനേജർ ആയിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ഓഫ്സ് ഉണ്ടെങ്കിലും സെയിൽസ് റിട്ടേൺസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഓതറൈസേഷൻ നൽകേണ്ടത് ആരായിരുന്നു? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ ആയിരുന്നു. എവിടെ? ക്രെഡിറ്റ് സെയിൽസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അവിടെ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ടും 2 ആൾക്കാരുണ്ടായിരുന്നു. ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇൻവോയ്സസ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയും അത് കൊടുക്കുകയും ചെയ്യേണ്ടത്. ദെൻ അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് ആയിരുന്നു എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ അത് എൻട്രി ചെയ്യേണ്ടതും എത്രയാണോ എമൗണ്ട് എന്ന് എൻട്രി ചെയ്യേണ്ടതും, അതുപോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റേണ്ടത്. ദെൻ പിന്നെ കസ്റ്റഡിയിൽ ആരുടെ ആയിരുന്നു? നമ്മുടെ വെയർ ഹൗസ് തന്നെ ആയിരുന്നു അല്ലേ. അതായത് ഷിപ്മെൻറ്റിലേക്ക് എത്തുന്നവരെ കസ്റ്റഡി വെയർ ഹൗസിൻ്റെ തന്നെയായിരുന്നു. ദെൻ നമ്മൾ പിന്നെ അത് റെക്കൺസിൽ ചെയ്യും അല്ലേ. അതായത് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിഡറി ലെഡ്ജറും പിന്നെ ജനറൽ ലെഡ്ജറും കൂടി വെച്ചിട്ട് നമ്മളത് റെക്കൺസിൽ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഇനി നമുക്ക് 2 എക്സാമ്പിളും കൂടിയുണ്ട്. എന്തൊക്കെയാണ്? ക്യാഷ് കളക്ഷൻസും പേറോൾ പ്രോസസ്സിങ്ങും. അതായത് ഈ ഒരു 2 ട്രാൻസാക്ഷൻ കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇതും കൂടി നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് ഓതറൈസേഷൻ എന്നും എന്താണ് റെക്കോർഡ് കീപ്പിംഗ് എന്നും കസ്റ്റഡി എന്നും റെക്കൺസിലിയേഷൻ എന്നും ഒക്കെ. ഓക്കെ, ഇതൊക്കെ നമ്മൾ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഡ്യൂട്ടീസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കുവാണ്. എന്തിന്? ഫ്രോഡ് നടക്കാതിരിക്കാൻ വേണ്ടി. ഈ ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ എന്താ നടക്കുക? അവിടെ നമ്മുടെ ക്യാഷും ഇൻവെൻട്രിയും പോലുള്ള അസറ്റൊക്കെ അവിടെ മിസ്യൂസ് ചെയ്യപ്പെടാം, തെഫ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതൊക്കെ സേഫ് ഗാർഡിങ് കൺട്രോൾ പ്രകാരമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ, ക്യാഷ് കളക്ഷനിൽ ഓതറൈസേഷൻ. ആരാണ് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി ഓതറൈസേഷൻ നൽകേണ്ടത്? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ അപ്രൂവ്സ് റെക്കോർഡിംഗ് ഓഫ് കസ്റ്റമർ പേയ്മെൻറ്റ്സ് അല്ലേ. അതായത് ഒരു കസ്റ്റമർ ഇപ്പോൾ ക്യാഷ് കളക്ട് ചെയ്യുന്ന നമ്മൾ അറിയുന്നതായിരിക്കും നമ്മൾ ക്രെഡിറ്റിന് സെല് ചെയ്തിട്ടുള്ള അല്ലേ. നേരത്തെ ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയപ്പോഴേക്കും നമുക്കവിടെ അക്കൗണ്ട്സ് റിസീവബിൾസ് ഉണ്ടായിരുന്നല്ലേ. അതായത് കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ ഈ ക്യാഷ് തരുന്ന കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജറാണ്. ദെൻ റെക്കോർഡ് കീപ്പിംഗ്. ആരാണിത് റെക്കോർഡ് ചെയ്യേണ്ടത്? അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് റെക്കോർഡ് പേയ്മെൻറ്റ്സ് ഇൻ കസ്റ്റമർ അക്കൗണ്ട്സ് അല്ലേ. ഇതിന് ഈ ഒരു പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓതറൈസേഷൻ കൊടുക്കേണ്ടത് അക്കൗണ്ട്സ് റിസീവബിൾ മാനേജറും, അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫുമാണ്. ദെൻ കസ്റ്റഡി. 2 cashier റിസീവ്സ് പേയ്മെൻറ്റ്സ്, ലിസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പ്രിപ്പയർ ബാങ്ക് ഡെപ്പോസിറ്റ്സ് അല്ലെ. 2 ക്യാഷേഴ്സ് ആയിരിക്കും അവിടെ, 2 ക്യാഷർമാരുണ്ടാവും നമുക്ക് അല്ലേ. 2 cashiers അവരായിരിക്കും ഇതിൻ്റെ കസ്റ്റഡി. എന്തിൻ്റെയൊക്കെ? റിസീവ് പേയ്മെൻറ്റ്സ്, ലിസ്റ്റ് റെസീപ്റ്റ്സ് ആൻഡ് പ്രിപ്പയർ ബാങ്ക് ഡെപ്പോസിറ്റ്സ്. ഈ 3 കാര്യങ്ങളും ഒരാൾ തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രോഡ് കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ക്യാഷേഴ്സ് ഉണ്ടാകും നമുക്കിത് ചെയ്യാനായിട്ട്. ദെൻ റെക്കൺസിലിയേഷൻ. അക്കൗണ്ടിങ് റെക്കൺസിലിയേസ് ജനറൽ ലെഡ്ജർ വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ. അതായത് നമ്മുടെ ബാങ്കിൽ നിന്ന് വന്ന നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. നമ്മുടെ കസ്റ്റമേഴ്സ് ക്യാഷ് അയക്കുന്നത് ബാങ്ക് ത്രൂ ആയിരിക്കും. അപ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ലെഡ്ജറും ഒക്കെ വെച്ചിട്ട് നോക്കും. ഓക്കെ, മാച്ച് ആണോ? അതായത് ബാങ്കിൽ നിന്ന് വന്ന ക്യാഷ് എല്ലാം കൃത്യമായിട്ട് ലെഡ്ജർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ വരാത്ത ക്യാഷ് അധികമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ റെക്കൺസിൽ ചെയ്യും അല്ലേ, പരിശോധിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ജനറൽ ലെഡ്ജറും വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് 4 ക്യാഷ് കളക്ഷൻ്റെ ലെവൽസ് അല്ലേ. അതായത് ഓതറൈസേഷൻ ആരായിരുന്നു? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ. എന്തിനുള്ള ഓതറൈസേഷൻ? നമ്മുടെ അതായത് നമ്മുടെ പേയ്മെൻറ്റ്, കസ്റ്റമർ അയച്ച പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഓതറൈസേഷൻ നൽകേണ്ടത് അതാരായിരുന്നു? അത് അപ്രൂവ് നൽകേണ്ടത് ആരായിരുന്നു? അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ ആയിരുന്നു. അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ആരായിരുന്നു? നമ്മുടെ അക്കൗണ്ട്സ് റിസീവബിൾ സ്റ്റാഫ് ആയിരുന്നു. ദെൻ കസ്റ്റഡി. ആർക്കായിരുന്നു കസ്റ്റഡി? നമ്മൾക്ക് 2 ക്യാഷേഴ്സ് ഉണ്ടായിരുന്നു. 4മത്തെ എന്തായിരുന്നു? റെക്കൺസിലിയേഷൻ. അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ലെഡ്ജറൊക്കെ വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കും. കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് വന്ന ക്യാഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ വരാത്ത ക്യാഷ് അധികമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കും. അതാണ് റെക്കൺസിലിയേഷൻ. ദെൻ പേറോൾ പ്രോസസ്സിങ്. അതായത് സാലറി കൊടുക്കൽ. പേറോൾ പ്രോസസ്സിങ്. ഇവിടെ ഓതറൈസേഷൻ നൽകുന്നത് 2 ആളുകളാണ്. HR അപ്രൂവ്സ് ന്യൂ ഹയേഴ്സ്, പേ റേറ്റ്സ്,
ഡിഡക്ഷൻസ് ആൻഡ് ടെർമിനേഷൻസ് അല്ലേ. അതായത് എച്ച് ആർ ആണ് എന്ത് അപ്രൂവ് ചെയ്യുന്നത്, എന്ത് ന്യൂ ഹയേഴ്സ്, പുതിയ ഹയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ എംപ്ലോയീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതായത് പിന്നെ പേ റേറ്റ്സ് അല്ലേ, അതായത് ഇവർക്ക് കൊടുക്കുന്ന സാലറിയുടെ റേറ്റ്, അതിപ്പോൾ ചിലപ്പോൾ ഹവർലി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി വേജ് ആയിരിക്കാം, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ ലൈക്ക് അപ്രൂവ് ചെയ്യേണ്ടത് എച്ച് ആർ ആണ്. അതുപോലെ തന്നെ ഡിഡക്ഷൻസ് അല്ലേ, ഇപ്പോൾ ഇവർ ഈ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ അതൊക്കെ ആരാ അപ്രൂവ് ചെയ്യേണ്ടത്, എച്ച് ആർ ആണ്. ദെൻ ടെർമിനേഷൻസ് അല്ലേ, അതായത് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ലൈക്ക് ടെർമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അതിന് അപ്രൂവ് കൊടുക്കേണ്ട ആരാണ്, നമ്മുടെ എച്ച് ആർ ആണ് അല്ലേ. അപ്പോൾ എച്ച് ആർ എന്തൊക്കെയാണ് അപ്രൂവ് ചെയ്യേണ്ടത്, ന്യൂ ഹയേഴ്സ് അല്ലേ, പുതിയ ഹയേഴ്സിനെ അപ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ പേ റേറ്റ്സ്, ഇവർക്കുള്ള റേറ്റ്സ്, പേ റേറ്റ്സ് ഇവർക്ക് കൊടുക്കുന്ന സാലറിയുടെ കാര്യങ്ങൾ, പിന്നെ ഡിഡക്ഷൻസ് എന്തെങ്കിലും ഈ സാലറിയിൽ നിന്ന് കുറയ്ക്കാനുണ്ടെങ്കിൽ, പിന്നെ ടെർമിനേഷൻസ് അല്ലേ, അതായത് ആരെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിൽ. ദെൻ പേറോൾ മാനേജർ അപ്രൂവ്സ് പേറോൾ പേയ്മെൻറ്റ്സ് എമൗണ്ട്സ് അല്ലേ, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പേറോൾ മാനേജറിൻ്റെ കയ്യിലേക്ക് ഇവർക്ക് കൊടുക്കാനുള്ള സാലറിയുടെ എമൗണ്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് പേറോൾ മാനേജർ ആയിരിക്കും ഈ സാലറി, ഈ ഒരു പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ എച്ച് ആർ എന്തൊക്കെയാണ് അപ്രൂവ് ചെയ്യുക, നമ്മുടെ റേറ്റ്സ് അല്ലേ, പേ റേറ്റ്സും അതുപോലെ തന്നെ ന്യൂ ഹയേഴ്സും ടെർമിനേഷൻസ് ഒക്കെ ആയിരുന്നു എച്ച് ആർ അപ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേറോൾ മാനേജർ എന്താണ് അപ്രൂവ് ചെയ്യുക, ഇതെല്ലാം പരിശോധിച്ചിട്ട് ഓക്കെ ഇവർക്ക് കൊടുക്കാനുള്ള ഈ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യും, കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ 2 പേരായിരുന്നു പേറോൾ പ്രോസസ്സിങ്ങിൽ ഓതറൈസേഷൻ ഉള്ളത്. ആർക്കൊക്കെയായിരുന്നു, എച്ച് ആറിനും പിന്നെ പേറോൾ മാനേജറിനും. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, ഇതിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് 3 ആളുകളാണ്. ആരൊക്കെയാണ്, പേറോൾ സ്റ്റാഫ് ഹാൻഡിൽ എംപ്ലോയി സെറ്റപ്പ് അപ്ഡേറ്റ്സ് ആൻഡ് പേറോൾ കാൽക്കുലേഷൻസ് അല്ലേ, അതായത് ഈ ഡിഡക്ഷൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പേറോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാനാണ് പേറോൾ സ്റ്റാഫാണ് അല്ലേ. കൃത്യമായിട്ടുള്ള എംപ്ലോയി സെറ്റപ്പും അപ്ഡേറ്റ്സും, അതുപോലെ തന്നെ സാലറി എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ അതും, എന്തെങ്കിലും ബോണസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ അവർക്ക് ട്രാവൽ അലവൻസ്, PF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാലറി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരാണ്, പേറോൾ സ്റ്റാഫാണ്. ദെൻ അടുത്തത് പേറോൾ ചെക്സ് ഓർ ഡെപ്പോസിറ്റ്സ് ആർ പ്രിപ്പയർഡ് ആഫ്റ്റർ അപ്രൂവൽ അല്ലേ, അതായത് ഈ അപ്രൂവ് ചെയ്തു അല്ലെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തു പേറോൾ മാനേജറിന് കൊടുത്തു, ആൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ചെക്കും ഡെപ്പോസിറ്റൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്, നമ്മുടെ വേറൊരു പേറോൾ സ്റ്റാഫാണ്. ദെൻ അക്കൗണ്ടിങ് പ്രിപ്പേഴ്സ് ദ പേറോൾ ജേണൽ എൻട്രി അല്ലേ, അതായത് നമുക്ക് ഇവർക്ക് സാലറി കൊടുക്കണം, സാലറി കൊടുക്കുന്ന സമയത്ത് അതിനൊരു എൻട്രി ഇടണം. ആ എൻട്രി ഇടുന്നത് ആരായിരിക്കും, അത് റെക്കോർഡ് ചെയ്യേണ്ടത് ആരായിരിക്കും, നമ്മുടെ അക്കൗണ്ടൻ്റ് ആയിരിക്കും അല്ലേ, ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കും. ദെൻ കസ്റ്റഡി, ട്രഷറർ ഓഫീസ് ഹോൾ സിഗ്നേച്ചർ സ്റ്റാമ്പ് ഓർ സൂപ്പർവൈസ് ഫണ്ട് ട്രാൻസ്ഫർ അല്ലേ, അതായത് ക്യാഷുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റഡി ചെയ്യണ ആരായിരിക്കും, ട്രഷററായിരിക്കും. അപ്പോൾ ട്രഷറിൻ്റെ കയ്യിലായിരിക്കും ഈ ഒരു ചെക്ക് സ്റ്റാമ്പ് ഉണ്ടാവുക. അപ്പോൾ ഈ ചെക്ക് സ്റ്റാമ്പ് ത്രൂ ആയിരിക്കും നമ്മൾ ക്യാഷൊക്കെ അയക്കുക. അപ്പോൾ കസ്റ്റഡി വെക്കുന്നത് ആരായിരിക്കും, ട്രഷററായിരിക്കും അല്ലേ. നമ്മുടെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കസ്റ്റഡിയിലുള്ളത് ട്രഷറിൻ്റെ കയ്യിലായിരിക്കും. ദെൻ റിക്കൺസിലിയേഷൻ, അക്കൗണ്ടിങ് റിക്കൺസിലിയേസ് പേറോൾ സിസ്റ്റം ആൻഡ് പേറോൾ ബാങ്ക് അക്കൗണ്ട് വിത്ത് ദ ജനറൽ ലെഡ്ജർ അല്ലേ. ജനറൽ ലെഡ്ജറും പേറോൾ സിസ്റ്റവും നമ്മുടെ പേറോൾ ബാങ്കും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. അതായത് നമ്മൾ അപ്രൂവ് ചെയ്ത എമൗണ്ട് തന്നെ ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ, അതിൽ കൂടുതൽ പോയിട്ടുണ്ടോ, അതിൽ കുറഞ്ഞാണോ പോയത്, അതുപോലെ തന്നെ ജനറൽ ലെഡ്ജറിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് റിക്കൺസിൽ ചെയ്യും അക്കൗണ്ടൻറ്റ് അല്ലെ. ഒരു അക്കൗണ്ടൻറ്റ് അത് കൃത്യമായിട്ട് റിക്കൺസിൽ ചെയ്യും. അപ്പോൾ പുതുതായിട്ട് നമ്മൾ 2 ട്രാൻസാക്ഷൻസ് കൂടി പഠിച്ചു, ക്യാഷ് കളക്ഷനും പേറോൾ പ്രോസസ്സിങ്ങും അല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് പഠിച്ച 3 ട്രാൻസാക്ഷൻസിൽ, അതായത് ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് കളക്ഷൻ, അതുപോലെ തന്നെ പേറോൾ പ്രോസസ്സിങ്, ഇതിന് 3 കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു അല്ലേ. അതായത് ഓതറൈസേഷൻ നൽകാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യാനും ചിലപ്പോൾ കസ്റ്റഡി വെക്കാനും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇവിടെ പഠിച്ച ചെറിയൊരു വെറൈറ്റി. അപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു 5 ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്നു, അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഓക്കെ ഇവർ ഈ ഒരാൾ ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് ലൈക്ക് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിന് ആപ്റ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും ഓക്കെ ഇയാൾ 2 കാര്യം ചെയ്യാൻ പാടില്ല. അതായത് ഇൻവെൻട്രി പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്രൂവ് ചെയ്യേണ്ടത് പർച്ചേസ് മാനേജറും അത് റെക്കോർഡ് ചെയ്യേണ്ടത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഓരോ ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് ഓക്കെ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സേഫ് ഗാർഡിങ് കൺട്രോളില്ല, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്തായിരുന്നു, അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ എല്ലാ ലെവൽസും ഒരു എംപ്ലോയി തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരത് മിസ്യൂസ് ചെയ്യാല്ലേ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ തെഫ്റ്റും അതുപോലെ തന്നെ അവരത് മിസ്യൂസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി കൊണ്ടുവന്നിട്ട് ഓരോ ആളുകളിലേക്കും ഈ ഡ്യൂട്ടി നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വിഭജിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സേഫ് ഗാർഡിങ് കൺട്രോളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സേഫ് ഗാർഡിങ് കൺട്രോളിലെ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 2 കൺട്രോൾ പഠിച്ചു ഇന്റർണൽ കൺട്രോളിൻ്റെ അണ്ടറിൽ, ട്രാൻസാക്ഷൻ കൺട്രോളും സേഫ് ഗാർഡിങ് കൺട്രോളും. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സി യു സൂൺ.